അപ്പോൾ ഒരു കാലത്ത് നെഗറ്റീവിസം നമുക്ക് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവിസത്തെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവഗണിച്ചാൽ മതി. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരോടും അനാവശ്യമായി കുറ്റപ്പെടുന്നവരെയും നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. അതിന്റെ പേരിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്ഥലം. നെഗറ്റീവിസം നമ്മളെല്ലാവരെയും അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ ചുറ്റുപാടുള്ളവര് നമ്മൾ എത്ര ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിയാലും നെഗറ്റീവായിട്ട് നമ്മളോട് പെരുമാറുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാവും ചുറ്റുപാട്. സമൂഹത്തിലെ ഒരു നല്ല ശതമാനം ആൾക്കാർ അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അച്ചീവ്മെന്റ്സ് നമ്മൾ നേടിയെടുക്കുമ്പോൾ ഒന്നുകിൽ അതിൽ അസൂയ കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി, അതായത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് മറ്റൊരാൾ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കണമെന്നില്ല. നെഗറ്റീവ്സ് പറയുന്നവർ പല തരക്കാരുണ്ടാവും. ചിലർ അസൂയക്കാരായിരിക്കും, നമ്മളെ മറ്റുള്ളവർ ഉയർന്നു കാണുന്നത് ഇഷ്ടപ്പെടാത്ത, അത് തീരെ സഹിക്കാൻ വയ്യാത്ത ചില വൈകൃത ചിന്താഗതിക്കാരുണ്ട്. അതാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പം മ്ലേച്ഛമായിട്ടുള്ള ഒരു വികാരമാണ് അസൂയ. അത് രണ്ടാമത് ചിലർക്ക് അവരെത്ര ശ്രമിച്ചാലും നേടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ നേടിയെടുക്കുമ്പോണ്ടാവുന്ന മാനസികമായിട്ടുള്ള ഒരു വിഷമം, അതായത് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ, അത് മറ്റുള്ളവർ നേടുന്നുണ്ടല്ലോ എന്നുള്ള ഒരുപാട് പ്രയാസം. വല്ല കാരണവശാലും ഒരു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവര് ഭയങ്കര അധികം വല്ലാതെ ആഘോഷിക്കും. അവരാഘോഷിക്കുന്നത് ചിലപ്പോ അത് നമ്മളോട് ദേഷ്യം കൊണ്ടാവണമെന്നില്ല, അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരാർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഒരു സംതൃപ്തി. ഇത്തരത്തിൽ കുറെ ആളുകളുണ്ടാവും. ചിലർ വെറുതെ വിടുവാഴ്ത്തം പറഞ്ഞുകൊണ്ട് അവരൊരു എഫർട്ട് എടുക്കൂല, അവരങ്ങനെ ഒരു നിസ്സംഗരായി, അവരങ്ങനെ ഒരു കാര്യത്തിലും അവര് എഫർട്ട് എടുക്കില്ല, അധ്വാനിക്കാൻ അവര് തയ്യാറല്ല. അങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മറ്റൊരു വിഭാഗം, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കാണും. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും തളരാൻ പാടില്ല. തളർന്നു പോയാൽ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് കൂടുതൽ ഊർജം നൽകുന്ന, നമ്മളെ ഉള്ളിലുള്ള ഈ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഈ അതിയായ ആഗ്രഹവും നമ്മുടെ എഫർട്ടും അതിനെ ശക്തിപ്പെടുത്താനായിരിക്കണം അത്തരം എല്ലാ നെഗറ്റീവ് സമീപനങ്ങളെയും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു കാലത്ത് നെഗറ്റീവിസം നമുക്ക് ഒരു അനുഗ്രഹമാണ്. ഈ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലേ നമ്മളത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് എന്നാ നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാം, എന്താ നമ്മുടെ പ്രവർത്തനത്തിൽ കൂടി അവർക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കും. അങ്ങനെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നമുക്ക് അവർക്കുള്ള ചുട്ട മറുപടി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ്സിനെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവഗണിച്ചാൽ മതി. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരോടും നമ്മളെ അനാവശ്യമായി കുറ്റപ്പെടുന്നവരെയും നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. അതിന്റെ പേരിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല, ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. അങ്ങനെ തളർന്നു പോയിരുന്നെങ്കിൽ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മഹാന്മാര് പാതി വഴിക്ക് ഇതുപോലെയുള്ള സമൂഹത്തിൽ നിന്നുള്ള ഇത്തരം നെഗറ്റീവിസം അവരെ അഫക്ട് ചെയ്തുകൊണ്ട് അവരുടെ എഫക്ട് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുള്ള പല ഫീൽഡിലും നമുക്ക് ശാസ്ത്രരംഗത്തും മറ്റു പല രംഗങ്ങളിലും ഉണ്ടായിട്ടുള്ള മികച്ച സംഭാവനകളൊന്നും നമുക്ക് ലഭ്യമാവുമായിരുന്നില്ല.